കൊച്ചിയിലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നു. വില കൂടിയ ആംബുളുകൾ ഉൾപ്പെടെ മെഡിക്കൽ കോർപ്പറേഷന്റെ ഗോഡൌണിൽ നശിച്ചു കിടക്കുന്നത് കോടികളുടെ മരുന്നുകൾ. ജീവൻ ഒടുക്കുന്നവരുടെയും ജീവൻ എടുക്കുന്നവരുടെയും കഥകളുമായി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. തിരൂർ തുഞ്ചൻപറമ്പിൽ സ്വാമി സന്ദീപാനന്ദഗിരിയെ ആക്രമിച്ച കേസിൽ 3 RSS പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹിന്ദുമതത്തെ അപകീർത്തിപ്പെടുത്തിയതിനാണ് സ്വാമിയെ ആക്രമിച്ചതെന്ന് ഇവർ പോലീസിന് മൊഴി നൽകി. 15 പേരടങ്ങുന്ന സംഘം ഇന്നലെ വൈകിട്ടാണ് സ്വാമി സന്ദീപാനന്ദഗിരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഉച്ചയോടെയാണ് RSS പ്രവർത്തകരായ 3 പേരെ തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിശദമായ ചോദ്യം ചെയ്യലിൽ സ്വാമി സന്ദീപാനന്ദഗിരിയെ ആക്രമിച്ച സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നതായി ഇവർ സമ്മതിച്ചു. തുടർന്നാണ് തിരൂർ കക്കഞ്ചേരി സ്വദേശികളായ ഉണ്ണികൃഷ്ണൻ, വാസു, വെട്ടം സ്വദേശി രാജേഷ് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഹിന്ദുമതത്തെ അപകീർത്തിപ്പെടുത്തി സംസാരിച്ചതിനാലാണ് സ്വാമിയെ ആക്രമിച്ചതെന്ന് ഇവർ പോലീസിന് മൊഴി നൽകി. അക്രമി സംഘത്തിൽപ്പെട്ട മറ്റു പ്രതികളെയും ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. സ്വാമി സന്ദീപാനന്ദഗിരിക്കെതിരായ അക്രമത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് നടപടി വേഗത്തിലാക്കിയത്. ഇന്നലെ വൈകിട്ടാണ് തിരൂർ തുഞ്ചൻപറമ്പിൽ വെച്ച് സ്വാമി സന്ദീപാനന്ദഗിരി ആക്രമിക്കപ്പെട്ടത്. ഭാരതീയം പ്രഭാഷണ പരിപാടിക്കിടെയായിരുന്നു അമൃതാനന്ദമയി ഭക്തരായ RSSകാരുടെ ആക്രമണം. ഭക്തന്മാരും RSSകാരും ആണെന്നാണ്. അതിപ്പോൾ സ്വാമിക്ക് അറിയില്ലല്ലോ ഇവരെ പേഴ്സണലായിട്ട്. കാരണം ഇവർ RSSനെ ഓൺ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ RSSനെ കുറിച്ച് പറയാൻ, ശശികല ടീച്ചറെ കുറിച്ച് പറയാൻ നീ ആരെന്നടാ? പിന്നെ വളരെ വൃത്തികെട്ട വാക്കുകളാണ് പറയുന്നത്. പിന്നെ ഇവർ അങ്ങനെ കൈകാര്യം ചെയ്യുക, ഇവരുടെ ഉദ്ദേശം തന്നെ ഒരു കൊല്ലുക എന്നുള്ളതാണ്. ഇത്രയും പേര് മറ്റ് ആയുധങ്ങളൊന്നും കയ്യിലില്ലായിരുന്നു, പക്ഷേ മൈക്ക് സ്റ്റാൻഡ് ധാരാളം. അതിൻ്റെ ആ അടിയിലെ വലിയ ബേസ്, അതുകൊണ്ടൊന്നും കിട്ടിയാൽ തല പൊളിഞ്ഞു പോകും. എന്തോ നമ്മളവിടുന്ന് ഇറങ്ങി ഓടി. പിടിയിലായ 3 പേരെയും തിരൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ബാറുകൾ അടഞ്ഞുകിടന്നതോടെ സംസ്ഥാനത്തെ മിക്ക ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലും മദ്യം വാങ്ങാനെത്തിയവരുടെ വൻ നിരയായിരുന്നു ഇന്ന്. നിലവാരം കുറഞ്ഞ ബാറുകളുടെ ലൈസൻസ് ഉടൻ പുതുക്കില്ല എന്ന മന്ത്രിസഭാ തീരുമാനം വന്നതോടെയാണ് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടത്. ആ കാഴ്ച കാണാതെ ഇന്ന് ക്രൈംബ്രാഞ്ചിന് തുടരാനാകില്ല. സംസ്ഥാനത്തേക്ക് വ്യാജമദ്യം ഒഴിവേക്കുമെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഒരു പ്രവൃത്തി ദിനത്തിൽ സംസ്ഥാനത്തെ ബാറുകൾ ഇങ്ങനെ അടഞ്ഞുകിടക്കുന്നത്. ലൈസൻസ് പുതുക്കി കിട്ടാത്തതിനാൽ കഴിഞ്ഞ ദിവസം എക്സൈസ് ഉദ്യോഗസ്ഥർ പൂട്ടി സീൽ ചെയ്ത ബാറുകൾ തുറക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അതേസമയം ബാറുകൾ പ്രവർത്തിക്കാത്തതിന്റെ വ്യക്തമായ പ്രതിഫലനം ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ കാണാം. തിരുവനന്തപുരത്തെ എല്ലാ ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലും വൻ തിരക്കാണ്. മറ്റു ജില്ലകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. എല്ലാ ഔട്ട്ലെറ്റുകളിലും കൺസ്യൂമർ ഫെഡിന്റെയും സപ്ലൈകോയുടെയും മദ്യവിൽപ്പനശാലകൾക്ക് മുന്നിലും രാവിലെ മുതൽ തന്നെ മദ്യം വാങ്ങാനെത്തിയവരുടെ വലിയ നിര രൂപപ്പെട്ടിരുന്നു. ബാറുകൾ പ്രവർത്തിക്കാത്തതിൽ ബാറുടമകളെ പോലെ തന്നെ ദുഃഖിതരാണ് മദ്യപരും. പക്ഷേ അത് ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ ആരും തയ്യാറല്ല. ബാറുകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ ബിവറേജ് ഷോപ്പുകളിലെ മദ്യവിൽപ്പനയിലൂടെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനം കുത്തനെ ഉയരുമെന്നുറപ്പ്. അതേസമയം സംസ്ഥാനത്തേക്ക് വ്യാജമദ്യവും സ്പിരിറ്റും വ്യാപകമായി ഒഴുകിയേക്കുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ അനധികൃത മദ്യവിൽപ്പന വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബിജു രാധാകൃഷ്ണനെ ഇന്നും കോടതിയിൽ ഹാജരാക്കിയില്ല. ബിജു UDF നേതാക്കൾക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തുമെന്ന സൂചനകൾ ഉള്ളതിനാൽ കോടതിയിൽ ഹാജരാക്കാതിരിക്കാൻ നീക്കം നടക്കുന്നതായി പീപ്പിൾ TV നേരത്തെ വാർത്ത നൽകിയിരുന്നു. പീപ്പിൾ വാർത്ത സ്ഥിരീകരിക്കുന്ന രൂപത്തിൽ തന്നെയായിരുന്നു പോലീസിന്റെ ഇന്നത്തെയും പെരുമാറ്റം. ആലപ്പുഴ കോടതിയിലാണ് ഇന്ന് ബിജുവിനെ ഹാജരാക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇന്നും ബിജുവിനെ ഹാജരാക്കാൻ പോലീസ് തയ്യാറായില്ല.
കഴിഞ്ഞ 27-ാം തീയതി തനിക്ക് പറയാനുള്ളത് പോലീസ് പരാതിയായി കേൾക്കുന്നില്ലെന്നും ആയതിനാൽ 9-ാം തീയതി അമ്പലപ്പുഴ കോടതിയിൽ തന്നെ ഹാജരാക്കുന്ന വേളയിൽ താൻ ചില വെളിപ്പെടുത്തലുകൾ മജിസ്ട്രേറ്റ് മുമ്പാകെ നടത്തുമെന്നും ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. UDF-ലെ 22 പേർക്ക് സരിതയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ആലപ്പുഴയിലെ ഒരു കേന്ദ്രമന്ത്രിക്ക് സരിതയുമായുള്ള അവിഹിത ബന്ധത്തിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ പിന്നീട് ഇതുവരെ ബിജുവിനെ ഒരു കോടതിയിൽ പോലും ഹാജരാക്കിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി മൂലമുള്ള പോലീസിന്റെ അധിക ജോലിഭാരമാണ് സർക്കാർ ഇതിന് ന്യായീകരണമായി പറയുന്നതെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ബിജു രാധാകൃഷ്ണനെ ജയിലിൽ നിന്നും പുറത്തിറക്കേണ്ടതില്ല എന്ന കർശന നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ അമ്പലപ്പുഴ, ആലപ്പുഴ, എറണാകുളം തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ കോടതികളിൽ ബിജുവിനെ ഹാജരാക്കേണ്ടതുണ്ട്. ഈ കോടതികളിൽ പോലീസ് സംരക്ഷണം നൽകാൻ കഴിയാത്തതുമൂലം പ്രതിയെ ഹാജരാക്കാൻ കഴിയില്ല എന്നാണ് ജയിൽ അധികൃതർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ബിജുവിന് അഭിഭാഷകനെ വെക്കാൻ പോലും നിർവാഹമില്ല. റാന്നിയിൽ സ്വന്തമായിട്ടാണ് ബിജു രാധാകൃഷ്ണൻ തന്റെ കേസുകൾ വാദിച്ചത്. ബിജുവിനെതിരെ നടക്കുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് നിയമവൃത്തങ്ങൾക്കിടയിൽ നിന്ന് പോലും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.